ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. നമ്മുടെ അനു ധർമ്മനോട് പറയണം, മാമ പ്ലീസ് ഞാൻ പറയുന്ന വാക്ക് ധിക്കരിക്കരുത്, മാമൻ തിരിച്ച് ദേവമംഗലത്തേക്ക് തന്നെ വരണം എന്നൊക്കെ പറയാം. അത് കേൾക്കുന്ന ധർമ്മം പറയും, ഇല്ല മോളെ, എനിക്കിനി പഴയതുപോലെ എല്ലാവരുടെ മുന്നിൽ ചിരിച്ച് കളിച്ച് നിൽക്കാനൊന്നും ഒരിക്കലും സാധിക്കില്ല. ഞാൻ അത്രയേറെ വിശ്വസിച്ച 2 പേരാ എന്നെ കള്ളനാക്കിയത്. അതൊരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല. അതുകൊണ്ട് മോൾ എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് ധർമ്മം തിരിച്ചു പോകാനായിട്ട് തുടങ്ങാം. പെട്ടെന്ന് നിന്നിട്ട് പറയും, ഒരു കാര്യം, അത് കൃഷ്ണമംഗലത്ത് അച്ചുവേട്ടൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ആർക്കും അത്ര നല്ലതിനായിരിക്കില്ല. അതുകൊണ്ട് ദേവമംഗലത്ത് എല്ലാവരോടും ഒന്ന് ശ്രദ്ധിക്കാൻ പറയണം. അനുമോളെ നീയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നും പറഞ്ഞിട്ട് ധർമ്മൻ അവിടുന്ന് പോവുക. അത് കേൾക്കുന്ന ഗോമതിക്ക് ആകെ ടെൻഷനാവുകയാണേ. സമയം ദേവമംഗലത്ത് നമ്മുടെ ബാലൻ കടയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പം ദേവി നേരത്തെ തന്നെ പോയിട്ടുണ്ട്. അപ്പം ദേവിയെ ഫോൺ വിളിക്കുക, മോളെ അച്ഛൻ ഇപ്പം കടയിലേക്ക് വരാം, മോള് ലോഡുമായിട്ട് നേരെ കടയിലേക്ക് വന്നാൽ മതി എന്നൊക്കെ പറയാണ് കേട്ടോ. അല്ല, അച്ഛൻ ഇതുവരെയും പോയില്ലേ എന്ന് മീനും അപ്പം അങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ്. ഇല്ലെന്നേ, അനുമോളും ഗോമതിയും അമ്പലത്തിൽ പോയിട്ട് ഇതുവരെ വന്നില്ല. അവർ വന്നിട്ട് പോകാമെന്ന് കരുതിയാ ഞാനിവിടെ നിന്നത് എന്ന് പറയാം. ദേവി നേരത്തെ പോയി, അവളാ പച്ചക്കറി കടയിൽ നിൽക്കുക, എന്നെ വിളിച്ചിരുന്നു എന്ന് പറയാം. പാവം ദേവിയെടുത്തി ഇപ്പോൾ ഫുൾ ടൈം കടയിൽ തന്നെ ആയിപ്പോയി അല്ലേ അച്ഛാ? ദേവിയടുത്തെ കാണാൻ പോലും കിട്ടുന്നില്ല. എത്ര ദിവസമായി ദേവിയടുത്തോട് നേരാവണ്ണം ഒന്ന് സംസാരിച്ചിട്ട് എന്ന് മീനു അപ്പം പറയാം. ഇപ്പം നാട്ടുകാരെ ഗോമതി സ്റ്റോർ ദേവി എന്നാ പേരിട്ടിരിക്കുന്നത് എന്നും പറഞ്ഞ് ബാലൻ ചിരിക്കുക. പെട്ടെന്ന് മിത്രയും അങ്ങോട്ട് കടന്നു വരിക. അപ്പച്ചി ഇതുവരെ എത്തിയില്ലേ എന്ന് ചോദിക്കുക. ഞങ്ങളും അവരെ പ്രതീക്ഷിച്ച് നിൽക്കുക. അനുശ്രീക്ക് വേണ്ടി പ്രത്യേക പൂജകളൊക്കെ നടത്തുമായിരിക്കും, അതാകും വൈകുന്നത്. അപ്പച്ചി കുറെ നേർച്ചകളൊക്കെ നേർന്നിരിക്കുക എന്ന് മിത്ര പറയാ. പെട്ടെന്ന് അനുശ്രീയും ഗോമതിയും കൂടി വീട്ടിലേക്ക് കയറി വരിക. അനു ആണെങ്കിൽ കരഞ്ഞോണ്ടാണ് കേട്ടോ കയറി വരുന്നത്. അനു കരഞ്ഞോണ്ട് ഓടി വന്ന് സെറ്റിയിലേക്ക് ഇരിക്കുകയാണ്. അപ്പം അനുവിന്റെ കരച്ചിലൊക്കെ കാണുമ്പോഴത്തേക്കും ബാലന് എന്താ കാര്യമെന്നറിയാതെ ഗോമതിയെ നോക്കുക. അപ്പം എല്ലാവരും അന്തം വിട്ട് നിൽക്കുക. മീനു പെട്ടെന്ന് ചോദിക്കും, എന്താമേ എന്താ കാര്യം എന്ന് ചോദിക്കാം. അപ്പം മിത്രയും മീനും കൂടി അടുത്തേക്ക് വരിക. എന്താ അനുമോളെ, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കാം. എന്താ ഗോമതി, എന്താ കാര്യം? അച്യുതൻ ബഹളം വല്ലതും ഉണ്ടാക്കിയോ? കുറെ നാട്ടുകാരുണ്ട്, മനുഷ്യന് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ഗോമതി ദേഷ്യത്തോടു കൂടി പറയാ. നീ എന്താണെന്ന് വെച്ച കാര്യം പറ എൻ്റെ ഗോമതി എന്ന് ബാലനും പറയാ. അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഒക്കെ ആൾക്കാരുടെ ഓരോരോ ചോദ്യങ്ങളാ, അതും കുത്തിയാ ചോദിക്കുന്നത്. നമ്മുടെ മോളെ പറ്റി എന്തൊക്കെയാ അവർ പറയുന്നതെന്ന് അറിയാവോ? അലോക് കല്യാണം കഴിച്ചിട്ട് ഉപേക്ഷിച്ചില്ലേ, ഭർത്താവിനെതിരെ കള്ളക്കേസ് കൊടുത്തില്ലേ, ഇങ്ങനെ പല ചോദ്യങ്ങളാ. ഇതൊക്കെ സഹിക്കാൻ കഴിയാതെ അവൾ കരയുന്നത്. ആദ്യം കല്യാണം നിശ്ചയിച്ച ആളുടെ ശാപമാണല്ലേ. പാവം അനുക്കുട്ടി, കുറെ അവൾ പിടിച്ചു നിന്നു, പിന്നീട് അവൾ തളർന്നു പോയി എന്ന് ഗോമതി പറയാണ്. എന്തൊക്കെയാ നാട്ടുകാർ വിളിച്ചു പോകുന്നത്? ഇവർക്കൊന്നും വേറെ ഒരു പണിയില്ല. ഇതേ സമയം അനുമോള് ഭയങ്കര കരച്ചിൽ തന്നെയാണ് കേട്ടോ. അപ്പം അടുത്ത് ആശ്വസിപ്പിച്ചുകൊണ്ട് മീനും മിത്രയും നിൽക്കുന്നുണ്ട്. അപ്പൊ ബാലനും വളരെ കാര്യമായിട്ട് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കാം. പെട്ടെന്ന് മീനു ആണെങ്കിൽ ഗോമതിയുടെ അടുത്തേക്ക് ചെല്ലുക. ആരാമേ, ആർക്കാ അനുശ്രീയുടെ കാര്യങ്ങളൊക്കെ അറിയേണ്ടത്? ഒരാളല്ല മോളെ, എല്ലാവർക്കും ഇതൊരു രസം പോലെയാ. എത്ര പേര് ചോദിച്ചെന്നറിയാവോ? പെട്ടെന്ന് അനു പറയും, ഇന്നലെ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ പുറത്തു കൊണ്ടുപോയി, ഞാൻ നല്ല സന്തോഷത്തിലുമായിരുന്നു. പക്ഷെ എൻ്റെ പേടിയൊക്കെ മാറിയതുവാ, എനിക്ക് മനസ്സിന് സന്തോഷമായതാ. പക്ഷെ ഞാൻ ഇനി ഈ വീടിൻ്റെ പുറത്തിറങ്ങത്തില്ല. ഇനി എന്നെ ഒന്നിനും വിളിക്കരുത് അമ്മ, ഇനി ഒരിടത്തും എന്നെ കൊണ്ടുപോകരുത് പ്ലീസ്, ഞാനിനി ഇറങ്ങില്ല ഇവിടുന്ന് പുറത്ത് എന്ന് പറഞ്ഞ് അനു വീണ്ടും കരയാണ്. മോളെ നീ എന്തൊക്കെയായി പറയുന്നേ എന്ന് ചോദിക്കുക. ബാലേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഗോമതി ബാലന്റെ അടുത്തേക്ക് ചെല്ലുക. അവളെ ഒന്ന് ആശ്വസിപ്പിക്കുകയെങ്കിലും ചെയ്യ് ബാലേട്ട, അവക്കൊരു ധൈര്യം കൊടുക്കുക എന്ന് പറയാണ്. തിരികെ വരുമ്പോൾ വിശേഷം തിരക്കാൻ വരുന്നവരോടെ ഞാൻ ബഹളം ഉണ്ടാക്കി എന്ന് ഗോമതി അപ്പ പറയാ. ധർമ്മന ഇടപെട്ടത്, അവൻ ആൾക്കാരോട് തട്ടിക്കേറി, അപ്പോഴാ എല്ലാവരും അന്വേഷണം നിർത്തി അവിടെ നിന്ന് പോയത് എന്ന് ഗോമതി ബാലനോട് പറയാ. അവൻ വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളെ എല്ലാവരും കൂടി എന്തൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കുമായിരുന്നെന്ന് അറിയാവോ എന്ന് ചോദിക്കാം. അപ്പൊ ബാലൻ എഴുന്നേറ്റ് അനുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് വിളിക്കും, മോളെ എന്ന് പറഞ്ഞ്. പെട്ടെന്ന് അനു ആണെങ്കിൽ ബാലനെ കെട്ടിപ്പിടിച്ച് കരയാ. അച്ഛാ, എനിക്കിതൊന്നും സഹിക്കാൻ
കഴിയുന്നല്ല അച്ഛാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എല്ലാവരും എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിക്കാം. അപ്പം ഇത് കാണുന്ന മിത്രയ്ക്കും മീനുവിനും ഒരുപാട് സങ്കടം വരികയാണേ. മോൾ കരയല്ലേ, ഒന്നും പേടിക്കണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ അച്ഛൻ എന്നെ അന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, പക്ഷെ ഒന്നും ശരിയായിട്ടില്ല അച്ഛാ. എനിക്കിപ്പം മനസ്സിലായി ഒന്നും ശരിയായില്ല, എല്ലാ പ്രശ്നങ്ങളും കൂടിയിട്ടേ ഉള്ളൂ. എനിക്ക് ഈ നാട്ടിൽ ഇനി ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല അച്ഛാ. ഞാൻ ദൂരെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം, എന്നെ വല്ല ഹോസ്റ്റലിൽ നിർത്തച്ഛ എന്നും പറഞ്ഞ് കരയാം. ഞാൻ ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാകും. എന്നെ ചൊല്ലി നിങ്ങളും കൂടി നാണം കെടുത്തും. എന്നും നാട്ടുകാരുടെ അടുത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബഹളം വെക്കേണ്ടതായിട്ട് വരും എന്നൊക്കെ അനു പറയാം. മോൾക്ക് ഈ അച്ഛന് വിശ്വാസമില്ലേ എന്ന് ബാലൻ അനുവിനോട് ചോദിക്കുകയാണ്. അപ്പൊ അനു പറയും, അതെന്താ അച്ഛൻ അങ്ങനെ ചോദിച്ചേ എന്ന് പറയാം. എങ്കിൽ അച്ഛൻ മോക്ക് ഉറപ്പ് തരുന്നു, ദേ ഇനി ആരും എൻ്റെ മോളോട് വേദനിപ്പിക്കുന്ന രീതി സംസാരിക്കില്ല, പോരെ? ഓരോന്നും കുത്തി ചോദിച്ച് എൻ്റെ മോളെ ആരും ഇനി വേദനിപ്പിക്കില്ല, മനപ്രയാസപ്പെടുത്തില്ല. എൻ്റെ മോൾക്ക് തല ഉയർത്തി തന്നെ നടത്താം, ഒരാളുടെ വായ അടുപ്പിക്കാൻ ബാലേട്ടാ. പക്ഷെ ഇതിപ്പം എല്ലാവരും ഒരുപോലെ ബാലേട്ടാ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ബാലൻ നാട്ടുകാരുടെ മുഴുവൻ പേരുടെയും വായടപ്പിക്കുന്ന പ്രവൃത്തി ഈ ബാലൻ ചെയ്ത് കാണിക്കുക എന്ന് പറയാം. മോളെ ഇനി ആരും എൻ്റെ മോളെ വേദനിപ്പിക്കില്ല എന്ന് ബാലൻ വീണ്ടും പറയാണ്. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മീനു അപ്പം പെട്ടെന്ന് ചോദിക്കും. സമയം നമ്മുടെ ആര്യനാണെങ്കിൽ വണ്ടി ഓടിച്ചോണ്ട് പോവാണ് കേട്ടോ. പെട്ടെന്ന് ആര്യൻ്റെ ഒരു കൂട്ടുകാരൻ ഫോൺ വിളിക്കുക. ദീപോ, ഇവനെന്താ പതിവില്ലാത്തൊരു ഫോൺ വിളി? ഹലോ ആര്യ, നീ ഇതിപ്പോൾ എവിടെയാ? ഞാൻ വഴിയിലാടാ. എടാ നീയേ ആ ലൈവ് ഒന്ന് എടുത്ത് നോക്കിക്കേ എന്ന് പെട്ടെന്ന് പറയാം. ലൈവ് സ്ട്രീമോ? നിന്റെ അച്ഛൻ ലൈവ് വന്നിട്ടുണ്ട്, അതെടുത്തൊന്ന് നോക്കിക്കേ എന്ന് കൂട്ടുകാരൻ പറയാം. അച്ഛൻ ലൈവോ? അതെ, നീയൊന്ന് നോക്കിയിട്ട് എന്നെ വിളിക്കടാ എന്ന് ആ കൂട്ടുകാരൻ നമ്മുടെ ആര്യനോട് പറയാം. പെട്ടെന്ന് തന്നെ നമ്മുടെ ആര്യന് അതെടുത്ത് നോക്കുവാണ് കേട്ടോ. അച്ഛൻ ഇപ്പം എന്ത് ലൈവ് ഇടാനാ? പെട്ടെന്ന് ബാലൻ്റെ ഒരു ലൈവാ കാണുന്നത്. നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്, പക്ഷെ നമ്മളിൽ എത്ര പേര് അത് ശ്രദ്ധയോടെ കേൾക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലൻ തുടങ്ങുന്നത് തന്നെ. ഇതേ സമയം ദേവിയാണെങ്കിൽ കടയിൽ സാധനങ്ങളൊക്കെ എടുത്തും കൊടുത്തും നിൽക്കുന്നുണ്ട്. രാമേട്ടനും ഉണ്ട് കേട്ടോ. പെട്ടെന്ന് രാമേട്ടൻ അടുത്തേക്ക് വരാം. ദേവിമോളെ, ഇത്ര നേരമായിട്ടും ബാലനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ദേവിയോട് പറയാണ് കേട്ടോ. അറിയില്ല. പെട്ടെന്ന് ആകാശാണെങ്കിൽ ഓടിപ്പാഞ്ഞു വരുക. എടത്തി ദേ ഇത് നോക്കിക്കേ, അച്ഛൻ ലൈവില് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുക. ലോകത്തിലെ ഏറ്റവും നന്മയുള്ള ജീവിതം ഏതാണെന്ന് അറിയോ? മനുഷ്യന്റെ ജീവിതമാ. അയ്യോ ബാലൻ ലൈവില് എന്ന് രാമേട്ടനും പറയാണ് കേട്ടോ. ഏറ്റവും വിഷമുള്ള ജീവി ആരാണെന്ന് അറിയാമെന്ന് ചോദിച്ചാൽ വീണ്ടും ബാലൻ പറയാം, അതും മനുഷ്യൻ തന്നെയാ. അപ്പം ഇതും കണ്ടുകൊണ്ട് അച്യുതനും ഉണ്ട്. രാജശ്രീ എന്നും പറഞ്ഞ് അച്യുതൻ പെട്ടെന്ന് രാജശ്രീയെ വിളിക്കുക. എന്താ ചേട്ടാ, എന്താ കാര്യം? ദേ ഇത് നോക്കിക്കേ എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് കൊടുക്കാണ്. പാമ്പിന്റെ പല്ലിൽ വിഷം, തേളിൽ വാലിൽ വിഷം എന്നൊക്കെയാ ബാലൻ പറയുന്നത്. ഒരു ദുഷ്ടന് സർവാംഗം വിഷം, അങ്ങനെയാണല്ലോ പണ്ടുള്ളവർ പറയുന്നത്. നിങ്ങൾ കരുതും എനിക്ക് ഭ്രാന്താണെന്ന്, ഇത് ഭ്രാന്തൊന്നും അല്ല എന്നും പറഞ്ഞ് ബാലൻ വീണ്ടും പറഞ്ഞു തുടങ്ങാം. എനിക്ക് ഭ്രാന്താകാതിരിക്കാനാ ഞാൻ ക്യാമറയിൽ കൂടി നിങ്ങളോട് സംസാരിക്കുന്നത്. കുറച്ച് വിഷമുള്ള മനുഷ്യരെ എൻ്റെ മകളുടെ മാനസിക നില തകർത്ത് കളഞ്ഞു. എൻ്റെ മകളുടെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നും പറഞ്ഞ് ബാലൻ വീണ്ടും പറയാം. ഇപ്പം അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് പറയാൻ കേട്ടോ. 4 പാട് നിന്നും മുനവെച്ച ചോദ്യങ്ങളാ എൻ്റെ മകളിപ്പം നേരിടേണ്ടി വന്നത്. ദേ അവളിവിടെ കരഞ്ഞു തളർന്ന് വീട്ടിലിരിക്കുന്നു. അവളുടെ കണ്ണുനീരാ അവളുടെ അച്ഛനായ എന്നെ കൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ബാലൻ വീണ്ടും പറയാൻ കേട്ടോ. നമ്മുടെ നാട്ടിലെ കുറേ മഹാമാരും മഹതികളും ഉണ്ട്, അവരൊക്കെ കാരണമാണ് എൻ്റെ കുഞ്ഞിപ്പം ഇത് നേരിടേണ്ടി വന്നത്. അവർക്ക് ചോദ്യം ചോദിച്ച് ആൾക്കാരുടെ മനസ്സ് തകർക്കാതിരിക്കാൻ പറ്റില്ല. മറ്റുള്ളവരെ കുത്തി നോവിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടില്ല. ഒരു ചെറുപ്പക്കാരനെ കണ്ടാൽ ചോദിക്കും ജോലിയായില്ലേ എന്ന്. ഇങ്ങനെ ചോദിച്ച് അവരെ വേദനിപ്പിക്കും. ഇവര് ചോദിക്കുന്ന കേട്ടാൽ തോന്നും കടയിൽ ഏതോ കുപ്പിയിലിട്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ജോലിയെന്ന്. കടയിൽ ചെല്ലുമ്പോൾ തന്നെ എടുത്തു തരുമെന്ന്. ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്കറിയാം അത് കിട്ടാത്തതിൻ്റെ പാട്. കുട്ടികളുടെ അച്ഛനമ്മമാരോട് ഇതേ നാട്ടുകാർ ചോദിക്കും മകൾക്ക് കല്യാണമായില്ലേ എന്ന്. കല്യാണമായ ചോദിക്കും കൊച്ചുങ്ങളായില്ലേ എന്ന്. പല പെൺകുട്ടികളും ഇന്ന് കല്യാണം വേണ്ടാന്ന് തീരുമാനിക്കുന്നത് ഇവരുടെ ഇത്തരത്തിലുള്ള ഈ ചോദ്യങ്ങൾ കാരണമാണ്. മെലിഞ്ഞിരുന്ന ചോദിക്കും ഇതെന്താ മെലിഞ്ഞിരിക്കുന്നതെന്ന്. തടിച്ചിരുന്ന ചോദിക്കും ഇതെന്താ ഇത്ര വണ്ണം, നന്നായിട്ട് ആഹാരം കഴിക്കുമെന്ന്. ഇപ്പം ഇവിടെ എൻ്റെ മകളും ഭാര്യയും മരുമക്കളും എല്ലാവരും അമ്പരന്ന് നിൽക്കുക എന്ന് ബാലൻ പെട്ടെന്ന് ലൈവിൽ കൂടെ പറയാണ് കേട്ടോ. അപ്പം ഇതെല്ലാം എല്ലാവരും കാണുന്നുണ്ട്.
പക്ഷേ ഇത് കാണുന്ന എൻ്റെ അവസ്ഥയിലുള്ളവർക്ക് എൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാകും. ഒരു പെൺകുട്ടിയുടെ അച്ഛനായവർക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്ന് ബാലൻ വീണ്ടും പറയാം. എന്നിട്ട് അനുവിനെ അടുത്ത് ചേർത്ത് നിർത്താൻ കേട്ടോ. ദാ ഇതാണ് എൻ്റെ മകള്, ഇവളുടെ പേര് അനുശ്രീ എന്നാണ്. നാളെ ഇവള് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ചോദ്യങ്ങളുമായി ആരെങ്കിലും ഇവളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ എന്ന് ബാലൻ വീണ്ടും പറയാൻ കേട്ടോ. ദേ ഈ ഗോമതി സ്റ്റോർ ബാലൻ അവരുടെ വീട്ടിലങ്ങ് വരും, എന്നിട്ട് ഞാനായിരിക്കും ചോദിക്കുന്നത് എന്ന് ബാലൻ വീണ്ടും പറയാണ്. വെറുതെ പറയുകയല്ല, വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഏതറ്റം വരെ പോകും, മുട്ടുകാല് തല്ലി ഒടിക്കുകയും ചെയ്യും എന്ന് ബാലൻ പറയണേ. അപ്പം ഇതെല്ലാം കാണുന്ന അച്യുതനും കൃഷ്ണമംഗലത്തുള്ളവർക്കും നല്ല ദേഷ്യം വരെയാണ്. ഞാൻ മാത്രമല്ല പ്രതികരിക്കാൻ പോകുന്നത്, എന്നെപ്പോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് രക്ഷകർത്താക്കൾ ഈ നാട്ടിലുണ്ട്. ചെറുപ്പക്കാരുണ്ട്, പെൺകുട്ടികളുണ്ട്, അമ്മമാരും സഹോദരിമാരും ഉണ്ട്. ഇവരെല്ലാവരും ചോദിക്കും, എനിക്ക് പിന്തുണ തരാൻ അവരോരോരുത്തരും എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും എന്ന് പറയാം. ഓർമ്മിച്ചോ, ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇനി എൻ്റെ മകളോട് ഓരോരുത്തരും പെരുമാറാൻ എന്ന് നമ്മുടെ ബാലൻ ലൈവിലൂടെ പറയാണ്. ബാലൻ്റെ ഈ പ്രകടനം കാണുന്ന എല്ലാവർക്കും, ബാലനെ അറിയുന്ന എല്ലാവർക്കും വളരെ ആശ്ചര്യവും അത്ഭുതവും തോന്നുവാണ് കേട്ടോ. അത്രയും പറഞ്ഞുകൊണ്ട് ലൈവ് നിർത്തുകയാണ്. ഇപ്പം പെട്ടെന്ന് അനുവാണെങ്കിൽ ബാലനെ കെട്ടിപ്പിടിച്ച് കരയാം. തൻ്റെ ധൈര്യം തൻ്റെ അച്ഛൻ തന്നെയാണ്. തനിക്ക് വേണ്ടി ഏതറ്റം വരെയും തൻ്റെ അച്ഛൻ പോകുമെന്ന് മനസ്സിലാകാണ് കേട്ടോ. ഇതേ സമയം അച്ഛൻ ചാടി എഴുന്നേക്കുക ദേഷ്യത്തോടു കൂടി. എന്നിട്ട് ഫോൺ പിടിച്ചു മാറ്റാം. അവൻ നമ്മളെ നാണം കെടുത്തുക, അവനുള്ളത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞ് അച്ഛൻ അച്യുതൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം ഇതെല്ലാം കണ്ടും കേട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ധർമ്മം നിൽക്കുക. കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളായി പോവുകയാണല്ലോ എന്നുള്ളൊരു ചിന്ത ഇന്ദ്രാമ്മയുടെ മനസ്സിലേക്ക് വരിക. ഇതേ സമയം ബാലൻ അനുവിനോട് പറയും, ഇനി നിന്നെ ആരും അവഹേളിക്കില്ല മോളെ എന്ന് പറയാണ്. എൻ്റെ മോൾക്ക് ഈ നാട്ടിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നടക്കാം, ഈ അച്ഛനുണ്ട് എൻ്റെ കുഞ്ഞിന് എന്ന് പറയാൻ കേട്ടോ. ഈ സംഭവത്തോടു കൂടി നമ്മുടെ അനുശ്രീക്ക് സമാധാനമാവുകയാണ്. ഇതേ സമയം നമ്മുടെ ബാലനാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. ഇതെല്ലാം കൃഷ്ണമംഗലത്തിരുന്ന് രാജശ്രീയും അച്യുതനും കാണുന്നുണ്ട്. അച്യുതന് ഇതൊന്നും ഒട്ടും സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തോടു കൂടി നടക്കുകയാണേ. മകളുടെ ഒരു പ്രശ്നത്തിൽ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കുള്ള പ്രതികരണവുമായി ഒരു ശക്തനായ അച്ഛൻ വീഡിയോ ലൈവിലൂടെ വന്നതോടുകൂടിയാണ് ഈ അച്ഛൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയിരിക്കുന്നത്. ഗോമതി സ്റ്റോർ ബാലൻ എന്ന ഈ അച്ഛൻ അപമാന പ്രചരണം, മനസ്സു തളർത്തുന്ന ചോദ്യമുനങ്ങൾ തുടങ്ങി സാമൂഹ്യ പ്രശ്നങ്ങൾക്കെതിരെയാണ് ബാലൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. എല്ലാ പെൺമക്കളുടെയും രക്ഷിതാക്കളുടെ പ്രതിനിധിയായിട്ടാണ് ബാലൻ എത്തുന്നതെന്നാണ് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നത് എന്നൊക്കെ ന്യൂസ് ചാനലിൽ ഇങ്ങനെ വായിക്കാൻ കേട്ടോ. സമൂഹത്തിലെ വിവിധ തലങ്ങളിൽപ്പെട്ടവർ ബാലന് അഭിനന്ദനം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ പുതുതലമുറ പോലും ഗോമതി സ്റ്റോർ ബാലന് കൈയടിക്കുകയാണ് എന്ന് പറയാം. പെട്ടെന്ന് അച്യുതന് ദേഷ്യം വരിക. ഒരു ഗോമതി സ്റ്റോർ ബാലൻ എന്ന് പറഞ്ഞ് TV ഓഫ് ചെയ്യാണ്. ആരാ അവൻ? ഇത്ര വാഴ്ത്തിപ്പാടാൻ ആരാ അവൻ? അവൻ നാട്ടുകാരുടെ ആളായി കേട്ടോടാ ധർമ്മ. ദേ ഇപ്പൊ ആരെങ്കിലും പിടിച്ച് അവനെ ഇലക്ഷന് നിർത്തിയ അവനെ ഉണ്ടല്ലോ ഇപ്പൊ മന്ത്രിയായി മാറുകയും ചെയ്യും. അത് കാണുന്ന ഇന്ദ്രമ്മ പറയും, എടാ നാട്ടിലൊരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ അച്യുത? എൻ്റെ മോൻ അവിടെ ജയിലഴിക്കുള്ളിൽ കിടക്കുമ്പോൾ ആരും അങ്ങനെ കീർത്തിമാനാകണ്ട എന്ന് രാജശ്രീ ഇന്ദ്രാമ്മയോട് പറയാം. വിട്ടേക്കെടുത്തി എന്ന് ധർമ്മം പറയാണ്. പിന്നെ നാട്ടുകാർക്ക് ഇങ്ങനൊരു കൊട്ടിൻ്റെ ആവശ്യമുണ്ട്. ഇടയ്ക്ക് എന്നോട് ചോദിക്കുമായിരുന്നു, കല്യാണം കഴിക്കുന്നില്ലേ, കുടുംബം വേണ്ടേ, കുട്ടികൾ വേണ്ടേന്ന്. ഇതെന്തായാലും നന്നായെന്നേ ഞാൻ പറയുള്ളൂ. ഇത്തരക്കാർക്ക് ഒരു കൊട്ട് തന്നെയാ. എടാ എല്ലാം കൂടി ചേർത്ത് അവന് ഞാൻ കൊടുക്കുന്നുണ്ട്. നാളെ ഒരാള് വരും, 1-2 കടകൾ കാണാൻ പോണം. ഏട്ടാ ഒന്ന് ഞാൻ പറയുന്നത് കേൾക്ക്, എനിക്കായിട്ടൊരു കട വേണ്ട. കട നിനക്കല്ല എനിക്ക് വേണ്ടിയാ. ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ എന്ന് അച്യുതൻ ചോദിക്കുകയാണ്. അലോകിനോട് കാണിച്ചതിനൊക്കെ അവരോട് എനിക്ക് പ്രതികാരം വീട്ടണം. എൻ്റെ ജീവിതം കൊണ്ടാണോ ഏട്ടൻ പ്രതികാരം വീട്ടുന്നത്? ഏട്ടാ കടയൊന്നും വേണ്ട, ഞാൻ മറ്റെന്തെങ്കിലും പണിക്ക് പോയിക്കോളാം. നിനക്ക് എന്താടാ പേടിയാണോ ആ ബാലനെ എന്ന് ചോദിക്കാം. നിന്നെ കള്ളനാക്കിയവൻ അവൻ. ദേ എൻ്റെ മോൻ്റെ ജീവിതം ഇല്ലാതാക്കിയവൻ അവൻ. അവനൊരു തിരിച്ചടി കൊടുക്കണമെന്ന് നിനക്ക് ഒരാഗ്രഹവും ഇല്ലേ എന്ന് ചോദിക്കാം. പെട്ടെന്ന് ഇന്ദ്രമ്മ പറയും, അച്യുതാ ധർമ്മൻ നല്ല അർത്ഥത്തിലായി പറയുന്നത്. നീ എന്തിനാ അതിനെല്ലാം മാറ്റിയെടുക്കുന്നത്? അങ്ങനെ ബാലന് വേണ്ടി ആരും നല്ല അർത്ഥം കണ്ടുപിടിക്കണ്ട. നാളെ ആ ബ്രോക്കർ വരും, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ ബാലനെ ഒതുക്കിയില്ലെങ്കിലേ എനിക്കിനി മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് അച്യുതൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം ദേവമംഗലത്ത് എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അമ്മേ ഒരു കാര്യം പറഞ്ഞ മുഖസ്തുതിയാണെന്നോ കള്ളമാണെന്നോ വിചാരിക്കരുത്. നീ ആദ്യം കാര്യം പറ, എന്ത് വിചാരിക്കണമെന്നേ ഞാൻ പിന്നീട് തീരുമാനിക്കാം. അമ്മ ഒടുക്കത്തെ ലക്കിയ എന്ന് പറയാം. മനസ്സിലായില്ല എന്ന് അപ്പം ഗോമതി മിനുവിനോട് പറയും. ഗോമതി സ്റ്റോർ ബാലനെ പോലെ സൂപ്പർ ഭർത്താവിനെ
കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ മുണ്ടും മടക്കി കുത്തി മീശയും പിരിച്ച് നെഞ്ചും വിരിച്ചങ്ങ് നിൽക്കുകയല്ലേ? അതൊരു വല്ലാത്ത ബലമല്ലേ അമ്മേ? ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ ആരാണെങ്കിലും ആഗ്രഹിക്കും. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ഞാൻ സമ്മതിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിലുവേ ഇത് നീ പറഞ്ഞത് 101% ശരിയാ എന്ന് പറയാം. ആ ലൈവ് കണ്ട ആർക്കും ഇനി അനുശ്രീയെ കളിയാക്കാനുള്ള ധൈര്യം കിട്ടില്ല. അനുശ്രീയെ മാത്രമല്ല നമ്മളെ ആരും ആക്ഷേപിക്കില്ല എന്ന് മീനു അപ്പം പറയാൻ കേട്ടോ. സത്യത്തിൽ ഞാൻ കരുതിയതേ അച്ഛൻ വെറും ഒരു പഴഞ്ചൻ ആളാണെന്നാ. പക്ഷെ അങ്ങനെയല്ല ഇന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ലൈവ് പോകാനൊക്കെ നല്ല കൃത്യമായിട്ട് അറിയാലോ. അപ്പോൾ പെട്ടെന്ന് മിത്ര പറയും, അങ്കിള് നാടൻ രീതിയിലൊക്കെ നടക്കുന്നതെങ്കിലും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡാ. അല്ലമ്മേ, അച്ഛൻ പണ്ടേ ഇങ്ങനെയൊക്കെ ആയിരുന്നോ? എങ്ങനെയായിരുന്നു എന്ന് അപ്പോൾ ഗോമതി ചോദിക്കും. ഈ പ്രൊട്ടക്ഷൻ കെയറിങ് ഒക്കെ അമ്മയോട് ഇങ്ങനെ തന്നെ ആയിരുന്നോ പണ്ട് മുതലേ? ദേ നോക്കിക്കേ, അപ്പച്ചിക്ക് നാണം വന്നേ എന്ന് മിത്ര അപ്പം പറയാം. ഒന്ന് പോടി അമ്മേ, ഒന്ന് പറയമ്മേ പ്ലീസ് അമ്മേ എന്ന് വീണ്ടും കെഞ്ചുവാണേ. ഞങ്ങൾ ഇവിടുത്തെ പിള്ളേരോടൊന്നും പറയില്ല, ഇത് സീക്രട്ട് ആയിരിക്കും, ആരും അറിയില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാ എന്ന് ഗോമതി അപ്പം നാണത്തോടു കൂടി പറയാണ്. ബാലേട്ടൻ എന്ന മനുഷ്യന്റെ തണലുള്ളത് കൊണ്ടാ ഞാനേ ഇത്രയും സന്തോഷമായി ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്കങ്ങനെ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല ഒരു കാര്യത്തിലും. മുൻപും അപ്പച്ചി ആവശ്യപ്പെടുന്ന എന്ത് സാധിച്ചു തരുമായിരുന്നു? ഇല്ലെന്നേ എന്നപ്പോൾ ഗോമതി വിഷമത്തോടു കൂടി പറയാം. ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ബാലേട്ടൻ സാധിച്ചു തരുമായിരുന്നു എന്ന് പെട്ടെന്ന് പറയണ. എൻ്റെ ഭാഗ്യം എൻ്റെ ബാലേട്ടൻ. വിവാഹത്തിൻ്റെ ആദ്യ കാലങ്ങളിലെ സാമ്പത്തികമായി ഞങ്ങൾ നല്ല ഞെരുക്കത്തിലായിരുന്നല്ലോ. രാത്രിയിൽ എനിക്ക് ഭക്ഷണമൊക്കെ വാങ്ങി വരും. ബാലേട്ടൻ പറയും ബാലേട്ടൻ കഴിച്ചു എന്ന്. പക്ഷെ സത്യമായിരിക്കില്ല. സത്യത്തിൽ അതൊക്കെ വെറുതെ പറയുന്നതാ. ബാലേട്ടൻ ഭക്ഷണം കഴിക്കാറില്ല എന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. എനിക്ക് സഹിച്ചില്ല എന്ന് ഗോമതി പറയാണ്. കഷ്ടപ്പാടുകൾ ഒരിക്കലും ബാലേട്ടൻ എന്നെ അറിയിച്ചിട്ടില്ല എന്ന് ഗോമതി പറയാം. ഞാൻ എൻ്റെ വീട്ടിൽ സന്തോഷമായി ജീവിച്ച പോലെ തന്നെയാണ് ഈ ബാലേട്ടനോടൊപ്പവും ജീവിച്ചത്. ആനന്ദ് കുഞ്ഞായിരുന്നപ്പോഴേ ഞങ്ങൾ കുറച്ച് ഉള്ളിലുള്ള ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്, വാടകയ്ക്ക്. അന്ന് വീടൊന്നുമില്ല. ഒരു ദിവസം രാത്രി ആനന്ദിന് കടുത്ത പനി. 5 കിലോമീറ്റർ അപ്പുറത്ത് ആ ആശുപത്രി. വാഹനങ്ങളൊന്നും ആ സമയത്തൊന്നും അങ്ങനെ ഇല്ല. അന്ന് ഞങ്ങൾ ഒത്തിരി ടെൻഷൻ അടിച്ചു. ബാലേട്ടൻ ആനന്ദിനെ കൈക്കുള്ളിൽ കോരിയെടുത്ത് 5 കിലോമീറ്റർ ഓടി നടന്നും ഒക്കെ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് ഗോമതി അപ്പം മീനുവിനോടും മിത്രയോടും പറയാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ പറയുമ്പം നമ്മുടെ ഗോമതിയുടെ കണ്ണ് നിറയുന്നുണ്ട്. അമ്മ എന്താ കരയുവാണോ എന്ന് ചോദിക്കുക. ഏയ് പണ്ടത്തെ കാര്യങ്ങളല്ലേ ഓർത്തപ്പോൾ എനിക്ക് സങ്കടം വന്നു എന്ന് പറയാം. അപ്പം മിത്ര പറയും, എന്തായാലും അപ്പച്ചി ഇപ്പം ഒരു റാണിയെ പോലെയല്ലേ ഇവിടെ കഴിയുന്നത് എന്ന് ചോദിക്കാം. ഇപ്പം മാത്രമല്ല, പണ്ടും ഞാൻ റാണി തന്നെയായിരുന്നു, എൻ്റെ ബാലേട്ടൻ്റെ റാണി. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ മുന്നിലെ ഞങ്ങളും റാണിമാരാ എന്ന് മിത്ര പറയും. അതെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെല്ലാം ചേർന്നാലും എൻ്റെ ബാലേട്ടൻ്റെ തട്ടേ താണ് തന്നെ ഇരിക്കും എന്ന് ഗോമതി അപ്പം പറയാം. എടി മിത്രേ, പഴയ തള്ളുകളൊക്കെ ഒന്ന് കേട്ടുകൊടുത്തപ്പം ദേ കയറി പോവാണല്ലോ എന്ന് പറയാം. ഞാൻ തമാശ പറഞ്ഞതല്ലേടി എന്ന് ഗോമതി അപ്പം പറയാണ്. എൻ്റെ മക്കളും എൻ്റെ ഭാഗ്യവാ എന്ന് ഗോമതി അപ്പം മറുപടി പറയൂട്ടോ. ബാലേട്ടനെ പോലെ ഉള്ള മക്കൾ, അതാ ഞാൻ ആഗ്രഹിച്ചത്. എൻ്റെ മക്കൾക്കൊക്കെ ബാലേട്ടൻ്റെ സ്വഭാവമുണ്ട്, അവർക്ക് ചേരുന്ന മരുമക്കളും. ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയാണ് എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ മരുമക്കളെല്ലാം ഈ കുടുംബത്തിന് ചേർന്നവർ തന്നെയല്ലേ എന്ന് ഗോമതി വീണ്ടും പറയാം. ഇതേ സമയം കടയിൽ നമ്മുടെ ദേവി കാര്യമായിട്ട് കണക്ക് നോക്കുകയും പൈസ എണ്ണി തിട്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് രാമേട്ടൻ പറയും, ആകാശിനെ കാണുന്നില്ലല്ലോ. ആകാശ് വിളിച്ചായിരുന്നു രാമേട്ട, ഇപ്പം വരാന്നാ പറഞ്ഞത് എന്ന് ദേവി പറയാം. അവൻ വരാൻ വൈകുമെങ്കിലേ ഞാനേ മോളെ ദേവമംഗലത്താക്കാം. വേണ്ട രാമേട്ട, ആകാശ് ഇപ്പം വരുമല്ലോ എന്ന് അപ്പം പറയൂട്ടോ. അവിടെ എല്ലാവരും നല്ല ആഘോഷത്തിലായിരിക്കുമല്ലോ. ബാലച്ചൻ്റെ ഇന്നത്തെ ലൈവില്ലേ, അതിൻ്റെ ആഘോഷം. ബാലൻ ചെയ്തത് എന്തായാലും നന്നായി മോളെ. ഒരാവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി തലയിടുന്ന കുറേ നാട്ടുകാരുണ്ട്, അവർക്കൊക്കെ ഒരു കൊട്ടു കൊടുത്തിട്ടുണ്ട് ബാലൻ അവന്മാരുടെയൊക്കെ വായ അടുപ്പിച്ച് കളഞ്ഞില്ലേ എന്ന് പറയാം. ബാലച്ചനെ പോലെ എത്ര പേർക്ക് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും എന്ന് ദേവി പറയാം. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയതാ അനുവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയാം. ഫോണിൽ ഈ പരിപാടിയൊക്കെ ബാലൻ എപ്പോൾ ബാലച്ച് സ്വന്തമായിട്ട് പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം മീനുവിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതായിരിക്കും എന്ന് ദേവി അപ്പം ആ രാമേട്ടനോട് മറുപടി പറയാൻ കേട്ടോ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാ ഒരച്ഛൻ്റെ യഥാർത്ഥ സ്നേഹം എന്താണെന്നും ആ അച്ഛൻ നമുക്ക് ഒരു ധൈര്യമായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ പിന്നിലുള്ളപ്പം നമുക്കൊരു എന്താ പറയുക, നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസവും അത്
ആണെന്ന് മനസ്സിലാകുന്നത് പെട്ടെന്ന് ദേവി വളരെ വികാരഭരിതയായി പറയാൻ കേട്ടോ. ഇന്നത്തോടുകൂടി അനുവിൻ്റെ പേടി കുറെയൊക്കെ മാറിക്കാണും. ഇങ്ങനൊരു അച്ഛനുള്ളപ്പം അവൾ എന്തിനാ പേടിക്കുന്നേ? അനുമോൾ എന്തിനാ ഭയപ്പെടേണ്ടത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവക്ക് താങ്ങും തണലായിട്ടും ബാലച്ചൻ കൂടെ തന്നെ ഇല്ലേ എന്ന് പറയാം. മോളെ, ആരും തുണയില്ലാതെ വളർന്നു വന്നവനല്ലേ ബാലൻ. ഒറ്റപ്പെടലിൻ്റെ വേദന മറ്റാരെക്കാളും അവന് നന്നായിട്ട് മനസ്സിലാകും എന്ന് രാമേട്ടൻ പറയാണ്. അവൻ ജീവനോടെ ഇരിക്കുമ്പം ദേവമംഗലത്തെ ആർക്കും, അതിനി മക്കളാണേലും മരുമക്കളാണേലും ഈ ഞാനാണെങ്കിലും ധർമ്മനാണെങ്കിലും നമുക്കാർക്കും ഒരു സങ്കടം ഉണ്ടാക്കാൻ അവൻ അനുവദിക്കില്ല എന്ന് രാമേട്ടൻ പറയാൻ കേട്ടോ. അപ്പം ദേവിയും അതിനെ ശരിവെക്കുക. അവൻ്റെ ജീവൻ പകരം കൊടുത്തിട്ടാണെങ്കിലും അവൻ സ്നേഹിക്കുന്നവരെ അവൻ രക്ഷിക്കും. അതാണ് ബാലൻ എന്ന് പറയാം. ബാലച്ചൻ്റെ മരുമോളായിട്ട് ആ കുടുംബത്തിലേക്ക് വന്നു കയറിയതാ രാമേട്ട എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. എൻ്റെ അത്ര ഭാഗ്യമുള്ള ഒരാളും ഉണ്ടാകില്ല എന്ന് ദേവി അപ്പം പറയാണ്. അമ്മായിമ്മയാണെങ്കിലും അമ്മയെപ്പോലെ സ്നേഹിക്കുന്നൊരമ്മ, എന്ത് നല്ലൊരമ്മയാ. അച്ഛനേക്കാളും എന്നെ സ്നേഹിക്കുന്ന ഒരു ബാലച്ചൻ. എൻ്റെ ആനന്ദേട്ടൻ, എൻ്റെ അനിയത്തിമാർ, അനിയന്മാർ, മാമൻ, എല്ലാവരും എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നേ. എൻ്റെ അവസ്ഥ ജീവിച്ചൊരു പെൺകുട്ടിക്ക് ഇതൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ? ചേടാ, ദേവി പറയുന്ന കേട്ടാ തോന്നും ദേവി ഏതോ പാവപ്പെട്ട വീട്ടിലാണ് എന്ന് പെട്ടെന്ന് രാമേട്ടൻ ചോദിക്കാം. അപ്പോഴാ താൻ പറഞ്ഞതിലെ തെറ്റ് ദേവിക്ക് മനസ്സിലാകുന്നേ. കോടീശ്വരനായ ഉദയഭാനു സാറിൻ്റെ മോൾക്ക് എന്താ ഒരു കുറവ് എന്ന് രാമേട്ടൻ ചോദിക്കാം. പണത്തിന് കുറവുണ്ടോ? ആഡംബരങ്ങൾക്ക് കുറവുണ്ടോ? ഒന്നിനും ഒരു കുറവില്ല. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ എന്ന് ചോദിക്കാം. എന്നിട്ടും ദേവമംഗലത്തെ സൗകര്യങ്ങൾക്കനുസരിച്ച് ഒരു പരാതിയും പറയാതെ മോള് ജീവിക്കുന്നില്ലേ? അത് വലിയ കാര്യമല്ലേ എന്ന് ചോദിക്കാം. നീ ഇപ്പൊ പറഞ്ഞില്ലേ ബാലച്ചന്റെ മരുമകളാകാൻ പറ്റിയതാണ് നിന്റെ ഭാഗ്യമെന്ന് രാമേട്ടൻ പറയാം. നിന്നെ പോലെ ഒരു മരുമകളെ കിട്ടിയതാ ആ കുടുംബത്തിലുള്ളവരുടെ ഭാഗ്യമെന്ന് കരുതുന്ന ആളാ ബാലൻ എന്ന് രാമേട്ടൻ അപ്പൊ പറയാൻ കേട്ടോ. ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയ ആകാശിനെ ഇതുവരെയും കണ്ടില്ലല്ലോ, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് രാമേട്ടൻ അവിടെ നിന്ന് ഏറ്റു പോവാം. ഇതേ സമയം രാമേട്ടൻ്റെ ആ വാക്കുകൾ ദേവിയുടെ മനസ്സിൽ തന്നെ കൊള്ളുവാണ് കേട്ടോ. എല്ലാ സത്യങ്ങളും ബാലച്ചൻ അറിയുമ്പം എങ്ങനെ തന്നോട് പ്രതികരിക്കും എന്നൊരു ചിന്ത ദേവിയുടെ മനസ്സിലേക്ക് കടന്നു വരിക. ദൈവമേ, കള്ളങ്ങളുടെ ഒരു കൂമ്പാരത്തിലാണ് ഞാൻ നിൽക്കുന്നത്, ഏത് നിമിഷവും അത് തകർന്നു വീഴാം എന്ന് ദേവി മനസ്സിൽ പറയാം. അന്ന് എന്താവും സംഭവിക്കുക? എല്ലാവരും എന്നെ വെറുക്കില്ലേ? എന്നെ അടിച്ചിറക്കുവോ ദേവമംഗലത്ത് നിന്ന് എന്നൊക്കെയുള്ള ചിന്ത ദേവിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അത് ചിന്തിക്കാൻ പോലും ദേവിക്ക് സാധിക്കുന്നില്ല. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും ഒന്നും മറക്കരുത്. അപ്പം എല്ലാവർക്കും ഗുഡ് ബൈ.